രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇന്നത്തെ യാത്ര ഗലീലിയിലെ കാനയിലേക്കാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചാണ് യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ പട്ടണമായ നസറത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് കാന. വെഡ്ഡിംഗ് ചർച്ചിലേക്ക് പോകുന്ന വഴിയാണ്. ഈ മതിലിൽ എഴുതിയിരിക്കുന്നത് യേശു വെള്ളം വീഞ്ഞാക്കിയതിനെ കുറിച്ചാണ്. Okay, let's go there, read, because the miracle is recorded here on the wall. You didn't notice, right? You didn't pay attention. Come, I will show you. Guys, let me show you. ഇവിടെ വരുന്ന ടൂറിസ്റ്റ് ദമ്പതികൾ അവരുടെ വിവാഹ വാഗ്ദാനം പുതുക്കിയിട്ടാണ് പോകുന്നത്.
ഞാൻ വളരെയേറെ പാപം ചെയ്യുകയും എന്നാൽ വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്നുകൊണ്ട് പുരുഷനും ഭാര്യനും സ്ത്രീക്കും ഭർത്താവിനും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിർവഹിക്കും. അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാർ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വെയിൽ നിന്ന് പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വെയിലില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്ക് വന്നത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകന്മാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദ വിശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകളുടെ സുവിശേഷം. സമയം വളരെ കുറച്ച് തന്നിട്ടുള്ളതുകൊണ്ട് ഒത്തിരി സമയം വേണ്ടില്ല. പരസ്പരം വലതിലെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി നവീകരിക്കുക. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറയുന്നത് ഹവ്വായെ സൃഷ്ടിച്ച ആദത്തിന് നൽകിയ ദൈവമേ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കുവാൻ വിവാഹം എന്ന ഉദാശയിലൂടെ ഞങ്ങളെ അങ്ങ് പരസ്പരം യോജിപ്പിച്ച ആ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. വിവാഹ നിമിഷം മുതൽ മരണം ഏർപ്പെടുത്തുന്നതുവരെ സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദാരിദ്ര്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ ജീവിത പങ്കാളിയെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന വിവാഹ സമയത്ത് ചെയ്ത വാഗ്ദാനം ഇപ്പോൾ നവീകരിക്കുന്നു. ഞങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അങ്ങയുടെ ഹിതപ്രകാരം വളർത്തുവാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. കുടുംബജീവിതത്തെ തകർക്കുന്ന എല്ലാ തിന്മകളെയും ബന്ധിച്ച് കീഴ്പ്പെടുത്തണമേ. ഞങ്ങളുടെ അമ്മയായ മറിയമേ, ഞങ്ങളെ രണ്ടുപേരെയും യേശുവിന് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഈ തിരുക്കുമാരനോട് സാന്നിധ്യം അപേക്ഷിക്കണമേ. ആമേൻ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനത്തെ ഓർത്ത് നിങ്ങൾ ആശീർവദിക്കുക. ദൈവമേ, അന്ന് തീർത്ഥം കളിച്ച് ബൈബിളിൽ കൈവച്ചു, കൈകോർത്ത് പിടിച്ചുകൊടുത്ത ഉടമ്പടി ഞങ്ങൾക്ക് നവീകരിച്ചു. ദൈവമേ, അങ്ങനെയായിരുന്ന ഞങ്ങൾ ആശീർവദിച്ച വൈദികരെയും ദൂരെ അന്ന് തുടങ്ങിയവരെ ഈ ജീവിതത്തിൽ സഹായിച്ച പ്രസംഗകരെയും യേശു തന്ന മക്കൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, വിദേശത്തായിട്ടുള്ള വിവാഹപ്രായമായിരിക്കുന്ന മക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, ഈശോ നൽകിയ പേരക്കിടാങ്ങൾ, ചെറുമക്കൾ എല്ലാവരെയും പ്രത്യേകം നോക്കുന്നു. ഈ ഗ്രൂപ്പിലുള്ള 25, 30, 40, 50 വർഷമൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടെ നോക്കുന്നു. കർത്താവായ ഈശോയെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ.
Well, not everybody is here. All right, so we are standing. One moment, let's wait half a minute. Yeah, people are still coming. You want to see? Yeah, okay. Jacob, can you translate? Tell me. Yeah. I'll try. All right. No, you're one of the best. Okay, yalla, one moment. People are still coming. We're a big group, guys. We have to wait. So, we are standing in a place where we have remains below us. This place is, probably and mostly, this is the groom's house. This is the house where the wedding took place. Yeah, Buna is coming. So these excavations were done by the Franciscans when they purchased this land, and they unearthed and they found remains from the 1st century. This house is from the 1st century. But they found also the wall, which is, can you see the thick wall here? This wall belongs to the 1st century synagogue, as well as the pillar which is lying over there. Can you see the pillar? This is one of the pillars that were found here. 4 of the pillars were taken outside and they were embedded in the facade of the church. The church, the modern church, the facade of the church, we have 4 of these pillars. They were taken from this place. So, വിവാഹവിരുന്ന് നടന്ന വധുവിന്റെ വീടാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ആ കാണുന്ന തൂണില്ലേ, അത് പഴയ വീടിന്റെ തൂണാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആ തൂണ് ഇവിടുന്ന് എടുത്താണ് നമ്മുടെ ദേവാലയത്തിന് മുൻവശമുള്ള 3 ആർച്ചുകൾ പോലെ പണിതിട്ടില്ലേ, അതെടുത്ത് പണിതിരിക്കുന്നത്. So why do we have synagogue here on the 1st century? Because Jesus was here. Because the miracle took place here. And people venerated the places where Jesus was. So they built Judeo-Christian synagogue. And they came here secretly and they started to worship Jesus. That's why we have the 1st century synagogue. But it was, of course, topped with debris. But the Franciscans unearthed, and on there they found many remains. One of these remains is this house and the jar that we will see downstairs. നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ജാറാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. വെള്ളം വീഞ്ഞാക്കി എന്ന് പറയപ്പെടുന്ന. പിന്നെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഈ സ്ഥലത്തിനാണ് പ്രാധാന്യം, കല്ലിനല്ല പ്രാധാന്യം എന്ന് മനസ്സിലാക്കുക. Yeah, this is one of the 6 jars. It was found here actually. We don't know if it's one of the 6 jars, but archaeologically findings, it belongs to the 1st century. But it's very tempting for me. യേശു വെള്ളം വീഞ്ഞാക്കിയ 6 കൽഭരണികളിൽ ഒന്നാണ് ഈ കാണുന്നത്. Yeah, if it was for wine, maybe it was for olive oil, but it was found here. That's what we know.
So it's not actually the one of the We don't know. Maybe yes, maybe no. But archaeological that testing, they say it belongs to the fourth. പക്ഷെ അത് പറയുന്നത് ആ സെക്ഷനിൽ ആർക്കോളജി സെക്ഷൻ 4ാം സെഞ്ചുറിയിലാണ്. അപ്പോൾ ഇതാണ് Yes. Abuna Nelson? Yeah. All right, so we are standing down at the base, at the layer of the synagogue. And again, this jar was found here and it was filled with debris on top. But we don't know whether ആർക്കിയോളജിസ്റ്റ് കണ്ടെത്തിയ അവരുപയോഗിച്ച വസ്തുക്കളാണ് ഈ കാണുന്നത്. അറബിക് കോഫി ബ്ലാക്ക് അടിക്കാതെ അടിക്കേണ്ടത്